ഡിസൈൻ മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ മോഡലായ കുർത്തിയാണ്. ഇത് റയോൺ ക്ലോത്ത് ആണ്. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഈ നൂല് പോലത്തെ ത്രെഡ് ഇട്ടിട്ടുള്ള ഇലാസ്റ്റിക് ത്രെഡ് ഇട്ടിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇറക്കം നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ വരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ താഴേക്ക് നമുക്ക് ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ മുക്കാലായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മുക്കാലായിട്ടുള്ള ഒരു കുർത്തി പോലെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. വേസ്റ്റിൻ്റെ അവിടെ ഈ ഇലാസ്റ്റിക് ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നൂല് പോലത്തെ ഈ ത്രെഡാണ് ചെയ്യുന്നത്. അപ്പോൾ നൂല് ചുറ്റുന്ന പോലെ നമുക്ക് മെഷീനിൽ ചുറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇത് കൈകൊണ്ട് തന്നെ ചുറ്റണം കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അതിനുശേഷം ബോബിൻ കേസിൽ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ നൂല് പുറത്തേക്ക് വലിക്കുന്നത് പോലെ തന്നെ വലിച്ച് എടുക്കുക കേട്ടോ. ഇനി ചില ബോബിൻ കേസിൽ കൂടെ ഈ ത്രെഡ് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബോബിൻ കേസിൻ്റെ അവിടെ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ലൂസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് വരും ഹോള്. അപ്പോൾ നമുക്ക് അതിൽ കൂടി വലിച്ചെടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഇത് വീതിയിൽ, ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് പാർട്ട് പ്രത്യേകം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റയോൺ ക്ലോത്ത് ആയതുകൊണ്ട് വീതി കൂടിയൊരു ക്ലോത്താണ്, 60 ഇഞ്ചാണ്. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ചെസ്റ്റ് പോർഷനേക്കുള്ളത് നമ്മൾ മടക്കി എടുക്കുക കേട്ടോ. ചെസ്റ്റിൻ്റെ വീതി അനുസരിച്ചിട്ട് മടക്കി എടുക്കുക. ഇവിടെ ഷോൾഡർ നമ്മൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ച്, അതുപോലെ ആം ഹോൾ 7 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് എടുക്കുക. ഇനി നമ്മളിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തു കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആം ഹോള് ഇതുപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്തിടത്തേക്ക് വരച്ച് കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയുള്ള ചെരിവ് കറക്റ്റ് ചെയ്യാനാണ്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡർ സ്ലോപ്പിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ സെൻറ്റർ കാണുക. അതിനുശേഷം ഉള്ളിലേക്ക് ഒരു 3/4 ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് കുഴിച്ച് നമുക്ക് ആം ഹോള് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഫ്രണ്ട് ആം ഹോള്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ചുളിവില്ലാതെ ഇരിക്കും. അതിനുശേഷം അതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം അവിടെ നിന്ന് താഴേക്കും ചെസ്റ്റിലേക്ക് യോജിപ്പിക്കുക. റയോൺ ക്ലോത്തൊക്കെ ചെയ്യുമ്പം സൂചി കുത്തി വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോകും. ഇനി നമ്മൾ 3.5 ഇഞ്ചാണ് നെക്ക് മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് വീണ്ടും ഷോൾഡർ സ്ലോപ്പിലേക്ക് നമ്മൾ ആ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ 10 ഇഞ്ച് ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട, വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായി. ഇപ്പോൾ ഈ ക്ലോത്തിൽ നമുക്ക് തിരിച്ചറിയുന്നില്ലെങ്കിൽ കുറച്ച് ലൂസിൽ നിൽക്കും. താഴേക്ക് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെയാണ് 10 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഇനി നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഞാനൊരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലൂസിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം നെക്ക് ലെങ്ത്ത് കൂട്ടി കൊടുത്തില്ല, 2 ഇഞ്ച് മാത്രമേ കൊടുത്തുള്ളൂ. അതുപോലെ ഫ്രണ്ട് നെക്കും 5 ഇഞ്ച് ആണ് ലെങ്ത്ത് മാർക്ക് ചെയ്തത് കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അതും നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈനിങ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തതെന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ബാക്ക് ആം ഹോള് ആദ്യം കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട് അറിയാതെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ വീതി വ്യത്യാസം വരും. അതിനുശേഷം ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ആ ലൈൻ കൊടുത്തെടുത്തതെന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പം ഇനി ഇവിടെ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്ത് നമ്മളൊരു ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബാക്ക് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇത് ബാക്ക് നെക്ക് ഫ്രണ്ടിനേക്കാൾ ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഇനി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ, ഫ്രണ്ട് നെക്കും അതുപോലെ ആം ഹോൾ. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ആ കുഴിച്ച് വരച്ചത് കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ ഈ നെക്കിൻ്റെ പോർഷനും നമ്മൾ കട്ട് ചെയ്തു മാറ്റി. അപ്പോൾ ഇത് നമ്മൾ 4ആയിട്ടാണ് മടക്കിയിട്ടിരുന്നത്. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇട്ട് ചെയ്തത് കേട്ടോ. ഇനി ബാക്കി പോർഷൻ നമുക്ക് ചെസ്റ്റിൻ്റെ ആ അടിയിലേക്കുള്ളത് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് എടുക്കുക. ഇനി ലെങ്ത്ത് ടോട്ടൽ എത്ര വേണം എന്നുള്ളത് നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ
ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടോട്ടൽ ലെങ്ത്ത് 46 ആണ് എടുത്തത്. അപ്പോൾ ആ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ചെസ്റ്റിൻ്റെ പോർഷൻ 10 ഇഞ്ച് കുറച്ചിട്ട് വേണം ഈ പോർഷൻ നമ്മൾ എടുക്കാനോട്ടോ, അതിൻ്റെ അടിയിലേക്കുള്ള പോർഷൻ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് അടിയിലേക്ക് കൊടുക്കുന്നത്. ബാക്കി പോർഷൻ ഉണ്ടായിരുന്നത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 ലെയറായിട്ട് നമ്മളിത് ഇട്ടിരിക്കുകയാണ്. വീണ്ടും സ്ലീവ് മാർക്ക് ചെയ്തു. ചെസ്റ്റ് ഇവിടെ 36 ആണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ് കിട്ടുന്നത്. ആ 9 ആണ് നമ്മളവിടെ മാർക്ക് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ആ ചെസ്റ്റ് 36നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3.6 അതാണ് താഴേക്ക് മാർക്ക് ചെയ്തത്. അതിനുശേഷം അത് ഇതുപോലെ കോൺ പോലെ വരച്ചു. ഇനി മുകളിൽ മാർക്ക് ചെയ്ത അതേ 9 തന്നെയാണ് ഈ ലൈനിൽ നമ്മൾ വരച്ചു കൊടുത്തത്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുന്ന സ്ലീവിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടും ചുളിവില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 1/2 ഇഞ്ചിലേക്ക് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. താഴെ നമ്മൾ വീതി കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതി വേണോ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീതി കൂട്ടിയിട്ട് താഴെ ഇങ്ങനെ ഫ്ലെയർ പോലെ കിടക്കത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അപ്പോൾ ഒരു 9 ഇഞ്ചോളം താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ താഴെ ഇലാസ്റ്റിക് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്ന ആ നൂല് ഇലാസ്റ്റിക് തന്നെ താഴെ ഈ സ്ലീവിൻ്റെ അടിയിലും കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ഈ ലൈനിൽ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി താഴെ കറക്റ്റ് സ്ലീവിൻ്റെ താഴെ കറക്റ്റ് വീതി മതിയെങ്കിൽ അതും എടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കട്ടി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് ഞാനിപ്പം ക്യാൻവാസിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ആദ്യം ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പം ഞാൻ ഓൾറെഡി അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. രണ്ടും തുല്യമായിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് പോയി. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ക്യാൻവാസിലെ പീസ് ഞാൻ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് തിരിച്ചിടുമ്പോൾ ആ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഫ്രണ്ട് നെക്കും പതിച്ചടിച്ചതിന് ശേഷം ബാക്ക് നെക്കും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടോ, ഈ പീസ് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ ക്യാൻവാസ് വയ്ക്കുന്നില്ല ബാക്ക് പോർഷനിൽ. ഞാനിപ്പോൾ ആദ്യം കട്ട് ചെയ്ത അതേ ലൈനിൽ കൂടി വെച്ചിട്ട് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ പോർഷനും കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇവിടെ നമ്മൾ തയ്യൽ തുമ്പി കൂടി ചെറിയ ചെറിയ കട്ടിങ് സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ കൊടുക്കണം കേട്ടോ. കാരണം ആ തിരിച്ചിടുമ്പോൾ ആ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പിടുത്തം വരും. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ഈ പീസും കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. മുകളിൽ കൂടി ഇപ്പോൾ പതിച്ചടിക്കുന്നില്ല, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഇനി നമുക്ക് ഈ സെൻറ്ററുകൾ തമ്മിൽ നമ്മളെ ചെസ്റ്റിൻ്റെ അവിടേക്കുള്ള പോർഷൻ യോജിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് അവിടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ചെറിയ പ്ലീറ്റുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇവിടെ തുണി നമുക്ക് ഈ വീതി കുറവാണ്, അടിയിലേക്ക് വന്ന പോർഷൻ. അപ്പോൾ എനിക്ക് 2 പ്ലീറ്റ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് മാറ്റിയതിന് ശേഷം അവിടെയാണ് ഞാൻ ചെറിയ 2 പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുണി ഉണ്ടെങ്കിൽ കുറച്ചധികം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഈ സാധാരണ ഇപ്പോൾ റയോൺ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ 1.5 മീറ്റർ തുണിയേ എടുത്തിട്ടുള്ളൂ, വീതി കൂടുതലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ സാധാരണ തുണിയാണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക കേട്ടോ. ഈ സാധാരണ വീതിയുള്ള തുണിയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 സൈഡിലേക്കും 2 ഇഞ്ച് നീക്കിയതിന് ശേഷം ഇവിടെ ഓരോ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ തുണിയുള്ളതനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയറിൽ കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് അധികം പ്ലീറ്റ് എടുത്താൽ വീതി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററുകൾ കറക്റ്റാക്കി വെച്ചിട്ട് പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അടിച്ചെടുക്കുക. അതുപോലെ ബാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമ്മൾ 14 ഇഞ്ച് ലെങ്ത്ത് വേസ്റ്റിൻ്റെ അവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് ബാക്ക് പോർഷനാണ്. അതിൻ്റെ മുകളിലേക്ക് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഷോൾഡർ രണ്ടും കറക്റ്റാക്കി വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ നമ്മൾ ആ
നെക്ക് അടിച്ച പീസ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം പിൻ ചെയ്തെടുക്കുക. അടുത്ത ഷോൾഡർ നമ്മൾ ഇതുപോലെ രണ്ടും കറക്റ്റാക്കി വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ പീസ് നമ്മൾ പതിച്ചടിക്കാത്തതുകൊണ്ട് കണ്ടോ ഇതുപോലെ ഉൾവശത്ത് നിന്ന് തിരിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെയും പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അതേ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരും. അതപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഇനി അടിച്ചെടുക്കുക. അതിന് ശേഷം തിരിച്ച് നമ്മൾ എടുക്കും. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരേ കളർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് പ്ലീറ്റ് വരുന്നത് രണ്ട് സൈഡിലായിട്ട്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ ആ ഫ്രണ്ടിലേക്ക് തിരിച്ച് അതേ പീസ് തന്നെ പുറകിലേക്ക് കണ്ടോ ബാക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ നെക്ക് ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ലല്ലോ, ഇനിയാണ് പതിച്ചടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഷോൾഡറിൻ്റെ ഒരറ്റത്തു നിന്ന് തുടങ്ങി നെക്കിന് ചുറ്റും അടിച്ച് അടുത്ത ഷോൾഡറിൽ അവസാനിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് സ്ലീവാണ് യോജിപ്പിച്ചെടുക്കേണ്ടത്. കണ്ടോ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അടിച്ചു കൊടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് പോകരുത്, സെൻറ്ററിൽ നിന്ന് തന്നെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അടുത്തതും സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും നല്ല വശം ഒരുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് അടിച്ച് പോവുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു. അടി മടക്കി അടിച്ചു സ്ലീവിൻ്റെ. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വീതി ഇപ്പോൾ ഞാൻ കൂട്ടിയിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ബോബിൻ കേസിൽ നമ്മൾ ചുറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ സാധാരണ തയ്യൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടും കേട്ടോ ഈ ഇലാസ്റ്റിക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചുറ്റി തന്നെ എടുക്കുക, ബോബിൻ കേസിനുള്ളിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബോബിൻ്റെ അവിടെ കേസിൽ അവിടെയുള്ള സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. ചില മെഷീനിൽ അത് പ്രശ്നമല്ല, അതുകൊണ്ട് അത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല മുകളിൽ നമ്മൾ സാധാരണ നൂല് തന്നെയാണ് വേണ്ടത്. അടിയിലേക്കാണ് നമുക്ക് ഈ ഇലാസ്റ്റിക് നൂല് വരുന്നത്. ബോബിൻ കേസിൽ മാത്രമേ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ കൂടിയാണ് നല്ല വശത്തു കൂടിയാണ് നമ്മൾ ലൈൻ വരച്ചു കൊടുത്ത് ആ ലൈനിലാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നൂല് മുകളിൽ കാണും. അപ്പോൾ ഞാനിത് ഇടുന്ന ഒന്ന് സാധാരണ പോലെ തന്നെ ഇടുക കേട്ടോ. നമ്മൾ ബോബിൻ കേസ് അടിയിലേക്ക് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയിട്ട് ആ ഇലാസ്റ്റിക് ത്രെഡ് മുകളിലേക്ക് പൊക്കിയെടുക്കുക കേട്ടോ. കണ്ടോ ഇതുപോലെ തന്നെ പൊങ്ങി വരും. അതിനുശേഷം സാധാരണ അടിക്കുന്ന പോലെ തന്നെ നമ്മളെ മുകളിൽ ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ, ആ ലൈനിൽ കൂടി അടിച്ചു പോവുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. നമ്മൾ വലിക്കുകയൊന്നും ചെയ്യേണ്ട, കറക്റ്റായിട്ട് ഇലാസ്റ്റിക് ചുരുങ്ങുന്നതനുസരിച്ച് തുണിയും ചുരുങ്ങും, അത് തന്നെ ചുരുങ്ങിക്കോളും. കണ്ടോ ഇങ്ങനെ വലിച്ചൊന്നും കൊടുക്കണ്ട, വെറുതെ ആ ലൈനൊന്ന് കാണത്തക്ക രീതിയിൽ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അടിച്ച് അറ്റം വരെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ അടിക്കുക, ഇതുപോലെ തന്നെ ബാക്കും അടിക്കുക. ഇപ്പോൾ നമുക്ക് ഈ അറ്റം വരെ കണ്ടോ ഇതുപോലെ അടിച്ചെടുത്തു. ഞാൻ 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുത്തു. നമുക്കിപ്പോൾ 4 5 പ്രാവശ്യം ലൈനായിട്ട് 1/2 ഇഞ്ച് വിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1 പ്രാവശ്യം അടിച്ചതാണ് കണ്ടോ. ഉൾവശത്ത് നിന്ന് ആ ഇലാസ്റ്റിക് നമുക്ക് കാണാൻ പറ്റും. പുറത്ത് നമ്മുടെ സാധാരണ നൂല് തന്നെയാണ് വരുന്നത്. അതിന് ശേഷം 1/2 ഇഞ്ച് വിട്ട് നമുക്ക് അടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഒരു ഷേപ്പിൽ അവിടെ നിൽക്കും. ഇതുപോലെ തന്നെ കണ്ടോ ഈ സ്ലീവ് നമ്മൾ അടിയിൽ മടക്കി അടിച്ചതിൻ്റെ മുകളിൽ ഇതുപോലെ സ്ലീവിലും കൊടുക്കുകയാണെങ്കിൽ അതും അവിടെ ചുരുണ്ട് ഇരിക്കും. ഇപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ളവർ ഇതിൻ്റെ അടിച്ചതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. 1/2 ഇഞ്ച് വിട്ട് അതിൻ്റെ ഈ പോർഷൻ, ഇപ്പോൾ ഈ കാണിക്കുന്ന പോർഷൻ ഞാൻ നമ്മുടെ മെഷീനിൽ തന്നെ കണ്ടോ 1/2 ഇഞ്ച് വിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എത്ര എണ്ണം വേണം ഈ ലൈനുകൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അടിച്ചു കൊടുക്കുക. കണ്ടോ ഇങ്ങനെയാണ്. ഇത് റെഡിമെയ്ഡും ലെഫ്റ്റ് സൈഡ് പോർഷനിൽ ഞാൻ നമ്മുടെ മെഷീനിൽ അടിച്ചതുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് സെൻറ്ററിൽ കിട്ടുന്നത്. അത് നമുക്ക് എത്ര ലൈൻ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം സൈഡിൽ കൂടി ഇതുപോലെ ഇനി ജോയിൻ ചെയ്ത് എടുക്കുക കേട്ടോ.
അപ്പോൾ സ്ലീവ് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് സൈഡ് അടിക്കുക, അതുപോലെ താഴെ മടക്കി അടിക്കുക, അതൊക്കെ ചെയ്യുക, കംപ്ലീറ്റ് ആക്കിയുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ 2 സൈഡും അടിച്ച് എടുക്കുക, അടി മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു. കണ്ടോ, താഴെ സ്ലീവിൻ്റെ അവിടെ കുറച്ച് വീതി കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം, ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ത്രെഡ് ഇലാസ്റ്റിക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീതി കൂടിയ ഇലാസ്റ്റിക് വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് അടിക്കുക, അത് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അടി നമ്മൾ മടക്കി അടിച്ചു. കണ്ടോ, പ്ലീറ്റ് ഇതുപോലെ, ഇത് ബാക്ക് പോർഷനാണ്. ഇതിപ്പം അധികം കാണുന്നില്ല, കാരണം ഒരേ കളറായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടും ഇപ്പോൾ ഒരു 1/4 സൈസിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ജീൻസിനൊക്കെ ഇടണമെങ്കിൽ ഹിപ്പിൻ്റെ അവിടം വരെ ഉള്ള ഷോർട്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള പ്ലീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് ഇടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അധിക അളവുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇനിയും കാണാൻ താങ്ക് യു.